ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയിട്ടുള്ള സ്റ്റാർ വേഗർ എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ജാക്ക് ഗ്രേ എന്ന ഡീമൺ നാട്ടുകാരവനെ നരകതുല്യമായ ഒരിടത്തേക്ക് പുറന്തള്ളി. അവിടെ തണുത്തുറഞ്ഞ ഇരുട്ടിൽ അവൻ അസ്വസ്ഥനായി കഴിഞ്ഞു. ഭൂമിയിലേക്ക് തിരികെ വരാൻ അവൻ ദൈവങ്ങളോട് അപേക്ഷിച്ചു. പ്രകൃതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വസന്തകാലത്ത് പൂക്കൾ വിരിയുന്നത് പോലെ താനും പുനർജനിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഏതു രൂപത്തിലായാലും ഏതു പേര് സ്വീകരിച്ചായാലും നീ തിരികെ വരൂ, നിന്റെ കളി തുടങ്ങും എന്നിങ്ങനെ നിൽ വില്യം ബി എന്നൊരാൾ എഴുതിയ കവിത കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്നാൽ എന്തിന്റെ ഹാർട്ട് ബീറ്റ് ആണെന്നുള്ളത് കാണിക്കുന്നില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കഥയിലേക്ക് പോവാണ്. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തിന് നടുവിലായിട്ട് ഒരേ ഒരു വീട്. ഹീറോയിൻ അവളുടെ മകനെ ഉറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ എന്തോ തരത്തിലുള്ള ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു വിസിൽ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെ വിസിൽ ശബ്ദമാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആത്മാവിന്റെ എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവനിപ്പോ ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ അവന്റെ മേത്ത് തട്ടിയിട്ട് നല്ലപോലെ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തില് അവനെ ഉറക്കുകയാണ്. അടുത്ത ദിവസം ഇവരുടെ ഗ്രാമത്തില് ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാട്ടിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും അവിടേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാരും കൂടിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹീറോയിന്റെ മടിയിൽ കിടന്നിട്ട് വളരെ സമാധാനത്തോടെ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരോ അലറി വിളിച്ച് കരയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താന്നുള്ളത് ഇവർ പോയി നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു നാട്ടിലുള്ള ആളുകൾ മുഴുവനും അവിടേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോ ഒരു ചെറിയ കുതിരക്കുട്ടിയുടെ കണ്ണിലേക്ക് ഒരു കമ്പ് കുത്തി കയറ്റിയിട്ടുണ്ട്. ആരാണ് അങ്ങനെ ചെയ്തതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റാരും വരുന്നില്ല, നമ്മുടെ ഹീറോയുടെയും ഹീറോയിന്റെയും മകനായിരുന്നു. അവനിപ്പോ അവിടെ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ തനിച്ചിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ അവിടേക്ക് ഓടി വന്നിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇവന് ആസ്മയുടെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാറിൽ ഇവനെയും കൂട്ടിയിട്ട് അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വരെ അവൻ ആ ഒരു ആസ്മയുടെ മരുന്നടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഇവരുടെ മകനെ അവിടെ കാണിക്കാൻ പോവുകയാണ്. കാരണം ഇവൻ എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട്. അപ്പൊ അവനൊരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവൻ എപ്പോഴാണ് ഈ ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനും ഇവന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അവന്റെ മകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന്റെ അടുത്ത് തനിച്ചു വന്നിരുന്നിട്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനവൻ പ്രത്യേകിച്ചൊന്നും മറുപടി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോൾ കുട്ടിയെ ഡോക്ടറിന്റെ അടുത്ത് തനിച്ചു വിട്ടിട്ട് പുറത്ത് നിൽക്കുകയാണ്. അവന് മാത്രമായിട്ട് ആ ഒരു കൗൺസിലിംഗ് സെക്ഷൻ അങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും ആ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് അവർക്കും കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ അവരുടെ മകനെ പറ്റിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്. അവൻ 1.5 വയസ്സാവുന്നത് വരെ ഇവർ സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഹീറോയിന്റെ അച്ഛന്റെ പ്രോപ്പർട്ടിയാണ്. അവിടെയുള്ള ചെലവുകളൊന്നും താങ്ങാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അവരിപ്പോ ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇവിടേക്ക് വരാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹീറോയിനെ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആയിട്ടുള്ളത്. അവൻ ഉറങ്ങുന്ന സമയത്ത് ജാക്ക് റേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീമനെ പറ്റിയിട്ട് അവൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ടെന്നൊക്കെ ഹീറോയിൻ ഇപ്പോൾ ഡോക്ടറിനോട് പറയാണ്. എന്നാൽ ആ ഒരു കാര്യങ്ങളൊന്നും ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഇത് കേട്ടിട്ട് അവൻ ഷോക്കായിട്ട് ഹീറോയിനെ നോക്കുകയാണ്. അവന്റെ ഒരു ബ്രെയിൻ സ്കാൻ എടുത്ത് നോക്കാന്ന് ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഇപ്പോൾ അവന്റെ തലയിലേക്ക് ഘടിപ്പിക്കുകയാണ്. അവന്റെ ബ്രെയിനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് എടുക്കുന്നത്. അന്ന് രാത്രി ഇവർ വീട്ടിൽ വന്ന സമയത്ത് ഹീറോ കുറച്ചു നേരം അവന്റെ മകന്റെ കൂടെ പോയി ഇരിക്കുന്നുണ്ട്. അവന്റെ കൈ പിടിച്ചിട്ട് അവനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ വളരെ വിശ്വാസിയായിട്ടുള്ള ഒരാളായിരുന്നു. ഇവരുടെ ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് തരത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കാറുണ്ട്. ഹീറോയിനും ഇപ്പോൾ മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹീറോ റൂമിലേക്ക് കയറി വരികയാണ്. നമ്മുടെ മകൻ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനേതോ ഒരു ആത്മാവിനെ പറ്റിയിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അത് കാടിന്റെ ആത്മാവാണ്, അങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. നിനക്കെന്തെങ്കിലും അതിനെപ്പറ്റി അറിയോന്നൊക്കെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോൾ പറയാണ്, ഇതിനെല്ലാം കാരണം നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയാളാണ്. ഹീറോയുടെ അച്ഛനും ഇവരുടെ അയൽവാസിയായിട്ടുള്ള ആളും ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ചെറുതാവുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇതുപോലുള്ള കഥകൾ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അയാൾ ഇപ്പൊ നമ്മുടെ മകനോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ കാറ്റിന്റെ ആത്മാവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നുണയായിരിക്കും. എന്തായാലും അയാളെ ഇനി വീട്ടിലേക്ക് കയറ്റണ്ട, അവനുമായിട്ട് സംസാരിക്കാനായിട്ട് സമ്മതിക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹീറോയും പറയുന്നുണ്ട്. അവിടെയുള്ള ഒരു കോളേജിൽ ടെമ്പററി ആയിട്ട് ഒരു ടീച്ചറായിട്ട് ഹീറോ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു മതത്തിനെ പറ്റിയിട്ടും ആ ഒരു മതം ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു കോളേജിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കോളേജിലുള്ള ഒരു ടീച്ചർ റിട്ടയർഡ് ആവാൻ പോവാണ്. അയാളുടെ റിട്ടയർമെന്റിന് ശേഷം ഹീറോയെ പെർമനന്റ് ആക്കുന്നൊക്കെ അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്ന് വൈകുന്നേരം അച്ഛനും മകനും കൂടിയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കാനായിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഈ ഒരു കാറ്റിന്റെ ആത്മാവ് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം അതൊക്കെ വെറുതെ പറയുന്നതാണ്, അതുകൊണ്ട് നീ അതിലൊന്നും വിശ്വസിക്കണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പയ്യൻ പറയാണ്, അതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ചോദിക്കുന്ന വരം എന്താണെങ്കിലും അത് തരുന്ന ഒരു മരം നമ്മുടെ പറമ്പിലുണ്ടെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു സ്ഥലത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു.
പഴയ കാലത്ത് ആ മരത്തിന്റെ മുന്നിലായിട്ട് ഒരു സ്ത്രീയെയും പുരുഷനെയും അതുപോലെ തന്നെ ഒരു കുട്ടിയെയും ബലി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നാട്ടുകാർ അറിഞ്ഞിട്ട് പ്രശ്നം വളരെ വലുതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മരം മുഴുവനും നാട്ടുകാർ തന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ നൽകുന്നതും ആ ഒരു മരത്തിന്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെയുള്ള കഥകളെല്ലാം ഹീറോയും ഇപ്പോൾ ആ ഒരു പയ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം അന്ധവിശ്വാസമാണ്. അതൊന്നും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കണ്ട. അതുപോലെ ഒരു കാര്യം ആലോചിച്ചിട്ടും നീ പേടിക്കണ്ട, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പയ്യനും ഓക്കെ പറയാണ്. അല്ല, നമ്മുടെ സ്ഥലത്തല്ലേ ആ ഒരു മരം ഉണ്ടായിരുന്നത്? ഇപ്പൊ ഹീറോയും അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വേര് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ലേ, എനിക്ക് അതിന്റെ വേരെടുത്ത് തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയും ഓക്കെ പറയാണ്. ആ ഒരു വേര് കണ്ടുപിടിച്ചു കൊടുക്കാന്ന് അവരിപ്പോ പ്രോമിസും ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെയെല്ലാം സംസാരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ വീടിന്റെ അടുത്തേക്ക് ആ ഒരു അയൽവാസി വരികയാണ്. ആ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഇവരുടെ മകൻ കുതിരയുടെ കണ്ണ് കുത്തി പിടിച്ചതും അതേപോലെ അവൻ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്നതെല്ലാം ഇപ്പോൾ അയാളോട് നമ്മുടെ ഹീറോയിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ, നിന്റെ ഹസ്ബൻഡിന് പണ്ട് മുതലേ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു കാര്യം കൂടി ആയ സ്ഥിതിക്ക് അവന് തീർച്ചയായിട്ടും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. ആ ഒരു മരത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഹീറോയിന്റെ അച്ഛൻ ഒരു കാലത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടെല്ലാം ഹീറോയിന്റെ അടുത്ത് ഇപ്പോൾ അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മകന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ നാട്ടിലുണ്ടായിരുന്ന ചില കല്ലുകളും ചില കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവൻ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും എന്തോ ഒരു കാര്യത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നതിന് ഹീറോ ഇപ്പോൾ സിറ്റിയിലേക്ക് പോവാണ്. ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ. അവൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് ചില ഇമാജിനേഷൻസ് ഒക്കെ വരികയാണ്. തൊട്ട് മുന്നിലെ പറമ്പിലുണ്ടായിരുന്ന പക്ഷികളെല്ലാം ഇപ്പോൾ പെട്ടെന്ന് അവിടുന്ന് പറന്നു പോവാണ്. ഒരൊറ്റ മൃഗങ്ങൾ പോലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം അവിടുന്ന് ദൂരേക്ക് പോവാണ്. ഇവിടെ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഹീറോയിൻ ആ ഒരു സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് ഭൂമിയുടെ അടിയിൽ നിന്നും എന്തോ ഒരു എനർജി അവളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ്. ഭൂമിക്ക് അടിയിലുള്ള എന്തോ ഒരു കാര്യത്തിലേക്ക് ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോവാണ്. എന്തോ ഒരു ഹാർട്ട് ബീറ്റ് അവൾക്കിപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അവളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് വീടിന്റെ അകത്ത് ഇവരുടെ മകൻ ആസ്മ കൂടുതലായിട്ട് നിലത്ത് വീണ് കുഴഞ്ഞു കിടക്കുകയാണ്. ആ ഒരു കാര്യമൊന്നും ഇവള് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എത്ര നേരം അവൻ അങ്ങനെ മയങ്ങി കിടന്നു എന്നറിയില്ല. കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിൻ അവിടേക്ക് ഓടി വന്നിട്ട് അവനെ കയ്യിലെടുത്തിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. തൂക്കിയെടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഹീറോയും ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലുണ്ടായിരുന്ന അങ്കിള് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പോൾ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഒന്നും പറയാതെ തന്നെ അവിടുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഓടിപ്പോയിട്ട് ഡോക്ടറെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പുറത്ത് വന്നിട്ട് ഇവനും ഇപ്പോൾ ഭയങ്കരമായിട്ട് കരയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് വിഷമമാണ്. രണ്ടുപേരും മാനസിക നില തെറ്റിയ പോലെയൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറെ നാളുകൾ കടന്നു പോവാണ്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ കാര്യങ്ങളൊന്നും ചെയ്യാതെ കിടന്ന കിടപ്പിൽ തന്നെ ഹീറോയിൻ അങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വിഷമം വേറെ രീതിയിലായിരുന്നു പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹീറോയുടെ മകന് അവൻ അവസാനമായിട്ട് കൊടുത്ത വാക്കെന്തായിരുന്നു? ആ ഒരു മരത്തിന്റെ വേരുകൾ കണ്ടുപിടിക്കാന്നല്ലേ. അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്ഥലം മുഴുവനും ഭയങ്കര ഭ്രാന്തമായിട്ട് ഇങ്ങനെ കുഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ കുഴിച്ച സമയത്ത് ഭൂമിയുടെ അടിയിലായിട്ട് പ്രത്യേക രീതിയിൽ എന്തോ ഒരു കാര്യം അവൻ കണ്ടെത്തുന്നുണ്ട്. അതിന് മുകളിലുണ്ടായിരുന്ന മണ്ണുകളെല്ലാം മെല്ലെ മെല്ലെ ഇളക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ അച്ഛൻ ഇതുപോലെ ആ ഒരു മരത്തിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഹീറോ പോയിട്ട് അവന്റെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയറികളെല്ലാം ഇപ്പോൾ വായിച്ചു നോക്കുന്നുണ്ട്. അതിനകത്ത് ആത്മാക്കളെ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ ഒരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ഫെയിൽ ആയിട്ടുള്ളത്, അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ആ ഒരു ഡയറിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആത്മാക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബലിയായിട്ട് കൊടുക്കണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡയറിയിൽ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടി ഡ്രസ്സ് പോലും ഇടാതെ അത്രയും തണുപ്പുള്ള ആ ഒരു സ്ഥലത്ത് മഞ്ഞില് അങ്ങനെ നിൽക്കുകയാണ്. അത് വേറെ ആരും വരുന്നില്ല, നമ്മുടെ ഹീറോ തന്നെയായിരുന്നു അത്. ആ ഒരു കാലഘട്ടത്തിൽ ഹീറോയിനെ അവന്റെ അച്ഛൻ അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വായിച്ചു നോക്കിയ സമയത്ത് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇവരുടെ മകൻ മരിച്ചതിന് ശേഷം ഹീറോയിൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഹീറോയിന്റെ സിസ്റ്റർ അങ്ങോട്ടേക്ക് വരികയാണ്. ഹീറോയ്ക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അവളെ മെല്ലെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് നിന്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, താഴേക്ക് ഇറങ്ങി വാ, ഇനിയിപ്പോൾ അവിടെ കിടക്കല്ലേ എന്നൊക്കെ വിളിച്ച് പറയാണ്. ഹീറോയിന്റെ സിസ്റ്റർ ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു പറമ്പ് മുഴുവനും നീ ഒരുപാട് കുഴി കുത്തി വെച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയോ? ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേന്നുള്ളൂ, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയപ്പോഴത്തേക്കും ഹീറോയിനും താഴേക്ക് ഇറങ്ങി വരാണ്. അവളുടെ സിസ്റ്ററിനെ കണ്ട സമയത്ത് തന്നെ അവൾ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് കരയുന്നുണ്ട്. നീ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നാണല്ലോ തോന്നുന്നത്, നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, ഹെൽത്തൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചൂടെ നിനക്ക്? ഹീറോയിനിപ്പോൾ പറയാണ്, നീ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്ന അതേപോലെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് ചിരിക്കുകയാണ്. ഹീറോ പുറത്തു പോയിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ കുഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ടയേർഡായിട്ട് ഇപ്പൊ ആ ഒരു മണ്ണിൽ തന്നെ കെട്ടിപ്പിടിച്ച്
പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഹീറോയിനും അവളുടെ സിസ്റ്ററും കൂടിയിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ടിവിയുടെ ബാക്കിൽ പെട്ടെന്ന് മരിച്ചു പോയിട്ടുള്ള അവളുടെ മകൻ അങ്ങനെ നിൽക്കുന്ന പോലെ ഒരു വിഷൻ വരികയാണ്. അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അന്ന് രാത്രിയും അവൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനായിട്ടൊന്നും സാധിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹീറോ പഴയതുപോലെ മണ്ടും മന്തുന്ന ഒരു ജോലി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ സിസ്റ്റർ ആ ഒരു സമയത്ത് വീട് മുഴുവനായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് എന്റെ റൂമിലേക്ക് കയറരുത്, എന്റെ സാധനങ്ങളൊന്നും തുടരുതെന്ന് പറയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവരിപ്പോ സംസാരിക്കുന്നത്. നീ എന്തിനാണ് അങ്ങനെ കുഴികുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താ കാര്യം എന്നുള്ളത് നീ എന്നോട് പറഞ്ഞൂടെ? എനിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാലോ, എന്തെങ്കിലും ഒന്ന് പറയോ? ഓ, നീ എന്താണ് 24 മണിക്കൂറും ഡിപ്രഷൻ അടിച്ചിട്ട് ഇവിടെ കിടക്കുന്നത്? ആരോടൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് എന്നോട് പറഞ്ഞൂടെ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ചെറുതായിട്ടൊരു ആർഗ്യുമെന്റ് തുടങ്ങുകയാണ്. അതിനിടയിൽ ഹീറോ കുറച്ച് ദേഷ്യത്തില് നമ്മുടെ മകൻ ആസ്മാവെന്ന് അവിടെ കിടക്കുന്ന സമയത്ത് നീ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു റിഗ്രറ്റ് അത് വീണ്ടും വരികയാണ്. അവളിപ്പോൾ ടോയ്ലറ്റിലേക്ക് ഓടിയിട്ട് അവിടെ വോമിറ്റ് ചെയ്യാണ്. അന്ന് വൈകുന്നേരം ഹീറോ കുഴിയെടുക്കുന്ന സമയത്ത് അവനവിടുന്ന് ഒരു അസ്ഥി കൂടം കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു എല്ലിന്റെ കഷ്ണങ്ങള് ഒന്നുപോലും മിസ്സാക്കാതെ എല്ലാം ഒരുമിച്ച് ഒരു പെട്ടിയിലേക്ക് അങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന മണ്ണും ചെളിയെല്ലാം ഇളക്കി കളഞ്ഞിട്ട് വളരെ വൃത്തിയാക്കിയിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ വീടിന്റെ പുറത്ത് ഒരുപാട് പക്ഷികൾ ആകാശത്ത് അങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എവിടേക്കാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ കുഴിയെടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അവൾ പോയത്. ഇത് കണ്ടിട്ട് ഹീറോ ഇപ്പോൾ അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഒരു കോട്ട് പോലും ഇല്ലാണ്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ അവളെയും കൂട്ടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആ ഒരു അങ്കിള് അദ്ദേഹത്തിന്റെ ഭാര്യനെ കൂട്ടിയിട്ട് ഇപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ വണ്ടിയിൽ നിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ ഇപ്പോൾ നിങ്ങൾ അകത്തേക്ക് വരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാനും അവളും ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, നീ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് അങ്കിളിപ്പോ വൈഫിനെ ഹീറോയിന്റെ കൂടെ അയച്ചിട്ട് അവിടുന്ന് പോയിട്ടുണ്ട്. അകത്തേക്ക് വന്ന ഉടനെ തന്നെ ഈ ഒരു ആന്റി ആണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ അടുത്ത് പല കാര്യങ്ങളും സംസാരിച്ചിട്ട് അവളെ കൂളാക്കാനായിട്ട് നോക്കുകയാണ്. നീ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളല്ലേ, സമാധാനം കിട്ടാനായിട്ട് മെഡിറ്റേഷൻ നല്ലതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഒരു മെഡിറ്റേഷൻ ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത് ചിലപ്പോൾ നിനക്ക് കുറച്ച് സമാധാനം കിട്ടും. മരിച്ചുപോയിട്ടുള്ള നിന്റെ മകനെ സമാധാനത്തോടെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാം പറഞ്ഞ് അവരെ കൂട്ടിയിട്ട് ഇപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്കിൾ പോയത് കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയുടെ അടുത്തേക്കായിരുന്നു. ഞാൻ നിന്റെ മകന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവനെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല, എന്റെ മോനെ പോലെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്നാൽ ഹീറോ പറയാണ് കാറ്റിന്റെ ആത്മാവ് അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ആസ്മയുള്ള ആ ഒരു പയ്യന്റെ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവൻ ശരിക്കും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിഷമത്തില് ഇപ്പോൾ ഹീറോയും പറയാണ്. അങ്കിളും സോറിയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോ ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മഴയാണെന്ന് പോലും നോക്കാതെ അവൻ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആന്റി എന്തൊക്കെയോ മന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഹീറോയിന് മനസ്സമാധാനത്തോടെ കണ്ണുകൾ അടച്ചിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നീ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിനക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളെല്ലാം വരും. അതൊന്നും കാര്യമാക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിന്റെ ചുറ്റുമുള്ള ആ ഒരു എനർജീനെ അത് നിന്നിലേക്ക് ആവാഹിക്കുക. ആ ഒരു മന്ത്രം അവർ വീണ്ടും ചൊല്ലാണ്. ഹീറോയിനും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. അവൻ ആസ്മ വന്ന് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഹീറോയിന് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ. ആ ഒരു ഗിൽറ്റി ഫീലിംഗിലാണ് അവൾ ഇപ്പോഴും ഉള്ളത്. അതിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് നീ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോൾ നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം ശ്രമിച്ചിട്ട് അവളിപ്പോൾ കണ്ണുകളൊക്കെ അടച്ച് ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവള് കണ്ണുകൾ അടച്ചിട്ട് ആ ഒരു മന്ത്രം ജപിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരി കെട്ടുപോകുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു മെഴുകുതിരി പെട്ടെന്ന് കത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഹീറോയിന്റെ സിസ്റ്റർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോൾ ചടപടാന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീഴാണ്. എന്നാൽ നമ്മുടെ ആന്റി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് തീരെ പേടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ പ്രേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന സമയത്ത് ആന്റി പറയാണ് നിന്റെ മകന്റെ ആത്മാവ് ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് മാത്രമല്ല നിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഗിൽറ്റി ഫീലിംഗ് അതിന്റെ ആവശ്യവും ഇനിയില്ല. അവൻ വീണ്ടും വേറെ എവിടെയെങ്കിലും ജനിക്കും, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. ഇനി നിനക്കും ഹാപ്പി ആയിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റിയും അവിടുന്ന് പോവാണ്. കുറച്ച് സമയത്തിന് ശേഷം ഹീറോ അകത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഞങ്ങളൊരു പ്രേ ചെയ്തതാണ്, അവന്റെ ആത്മാവിനെ ഒന്ന് ഫ്രീ ആക്കി വിടുന്നതിന് വേണ്ടിയിട്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവൻ ചിരിച്ചൊക്കെ സംസാരിച്ചിട്ട് അവിടുന്ന് പോവാണ്. അവന്റെ റൂമിലേക്ക് വന്ന ഉടനെ തന്നെ തലേദിവസം എടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു അസ്ഥികൂടം ആ ഒരു എല്ല് വെച്ചിട്ടുള്ള പെട്ടി എടുത്ത് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഒരു എല്ലിനെ ചുറ്റിയിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ചില ഞരമ്പുകൾ ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്ന എല്ലുകളെല്ലാം തന്നെ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവൻ ക്ലോസ് ആയിട്ട് തന്നെ അതിനെ വാച്ച് ചെയ്യാണ്. ഓരോ ദിവസം കഴിയുന്തോറും ആ ഒരു സ്കെലറ്റണിൽ ഒരുപാട് ഞരമ്പുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആ ഒരു പെട്ടിയൊക്കെ ആയിട്ട് ഇവൻ റിസർച്ച് ചെയ്യുന്ന അവിടേക്ക് പോവാണ്. ഇവൻ റിസർച്ച് ചെയ്യുന്നത് വേറെ എന്തോ ഒരു സബ്ജക്റ്റ് ആണ്. എന്നാലും ആ ഒരു പെട്ടി എടുത്തിട്ട് അവൻ അവിടേക്ക് പോയിട്ടുണ്ട്. അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നിന്റെ കയ്യിലെന്താ പെട്ടി തുറന്ന് കാണിക്കുന്നു പറയാണ്. ഹീറോയും ഇപ്പൊ ഒരുപാട് പേടിയോടെ ആ ഒരു പെട്ടി തുറക്കുന്നുണ്ട്. ഇവനിങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ട് നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അവരോട് തെളിവൊക്കെ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ആ ഒരു പെട്ടി തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേർപെട്ട് കിടക്കുന്ന വെറും ഒരു സ്കെലട്ടൻ മാത്രമേ ഉള്ളൂ. ഇവരും ഇപ്പോൾ ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഹീറോ ഇപ്പൊ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അവിടുന്ന് ആ ഒരു പെട്ടിയായിട്ട് പോവാണ്. ഇവന്റെ വീട്ടിൽ വെച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത്
അതിനകത്ത് ഒരുപാട് ഞരമ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എല്ലുകൾ തമ്മിൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇത് എന്താന്നുള്ളത് അവനൊരു പിടുത്തവും കിട്ടുന്നില്ല. വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഭയങ്കര ടെൻഷനിലാണ് അവനുള്ളത്. ഒരുപാട് വിശന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ പോയിട്ട് ബ്രെഡിൽ ജാമെല്ലാം തേച്ചിട്ട് അത് കഴിക്കാൻ തുടങ്ങുകയാണ്. ഹീറോയിൻ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് കുറച്ചു നേരം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കി തരാം, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ ആ ഒരു ബ്രെഡ് മാത്രം കഴിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. അവളുടെ അടുത്ത് കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നേ ഇല്ല. ഭക്ഷണം കഴിക്കുന്നത് വരെ അവൻ ആ ഒരു റൂമിന്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടാണ്. ഇപ്പൊ ആ ഒരു പെട്ടി തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞരമ്പുകൾ വീണ്ടും വളർന്നിട്ടുണ്ട്. ഇവൻ നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഒരുപാട് വളർന്നിട്ടുണ്ട്. ഹീറോ ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ഡോറിന്റെ പുറത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോവാണ്. ഇപ്പൊ മെല്ലെ മെല്ലെ ഞരമ്പുകളെല്ലാം പൂർണ്ണ രൂപത്തിലായിട്ട് മസിൽസ് എല്ലാം കൂടുതൽ സ്ട്രോങ് ആയി വരുന്നുണ്ട്. കാലുള്ള മാംസത്തിന്റെ കട്ടിയും അളവുകളെല്ലാം അവൻ കൃത്യമായിട്ട് തന്നെ എഴുതി വയ്ക്കുകയാണ്. അതിന് ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ സിസ്റ്ററും ഇവർ രണ്ടുപേരും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അതിന്റെ കണ്ണ് പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോ മൂവ് ചെയ്യുന്നതെല്ലാം ഹീറോയും ശ്രദ്ധിക്കുകയാണ്. അത് മാത്രമല്ല അതിന് പുതിയതായിട്ട് ഒരു ഹൃദയവും ഉണ്ടായിട്ടുണ്ട്. ഹൃദയം ഇപ്പൊ മെടിക്കാൻ തുടങ്ങുകയാണ്. അതിന് കുറച്ച് ചൂട് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ പുതപ്പെല്ലാം പുതപ്പിച്ച് നെരിപ്പോടിനരികിലേക്ക് നീക്കി വെക്കുകയാണ്. നീ വീടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, പുറത്തിറങ്ങിയിട്ട് കാറ്റും വെളിച്ചൊക്കെ ഒന്ന് കൊള്ളണ്ടേ? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ സിസ്റ്റർ അവളെ വിളിച്ചിട്ട് പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയിനും ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യാണ്. ഇവരുടെ ഒരു ഭാഗത്തേക്ക് എപ്പോഴും വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് വിരിയാറുള്ളത്. ഇതുവരെ ഇവിടെ ഇങ്ങനെ മഞ്ഞ കളറിലുള്ള പൂവൊന്നും പൂക്കാറേ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ അവള് വളരെ ആകാംക്ഷയോടെ തന്നെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഹീറോ ജനലിൽ കൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ആ ഒരു പെട്ടി വെച്ച ഭാഗത്തേക്ക് വന്ന് നോക്കാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിപ്പോ മുഴുവനായിട്ട് വളർന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയിട്ടുള്ള ഒരു മുയലായിട്ട് മാറിയിട്ടുണ്ട്. ഹീറോയെ കണ്ട് പേടിച്ചിട്ട് റൂമിന്റെ ഒരു മൂലക്കായിട്ട് അത് ഒതുങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയ്ക്കും ചെറിയൊരു പേടിയുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചില പച്ചക്കറിയുടെ വേസ്റ്റുകളും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് പേടിച്ച് ഇപ്പോഴും ആ ഒരു മൂലയ്ക്ക് അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയ്ക്ക് ഇപ്പോഴും ആ ഒരു മിസ്റ്ററിയിൽ നിന്നും പുറത്തു വരാനായിട്ട് സാധിച്ചിട്ടില്ല. അവൻ ആ ഒരു മുയലിനെ തന്നെ നോക്കിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും ഇവന് ഈ റൂമിന്റെ ഉള്ളിൽ അങ്ങനെ കയറി ഇരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിന് ഇപ്പോൾ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ വാതിലും തള്ളി തുറന്നിട്ട് അകത്തേക്ക് കയറി വരികയാണ്. അവളും ആ ഒരു മുയലിനെ കാണുന്നുണ്ട്. ഓ, നീ റൂമിന്റെ ഉള്ളിൽ മുയലിനൊക്കെ വളർത്തുന്നുണ്ടോ, കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ അവളും പറയാണ്. അവൾക്ക് ആ ഒരു മുയലിനെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും വളർച്ചയെത്തിയിട്ടുള്ള മുയലിനെ റൂമിന്റെ ഉള്ളിൽ അടച്ചു വെക്കാൻ പാടില്ല, അതിന് നമുക്ക് പുറത്തു വിടാന്ന് ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ അതിന് ഓക്കെ പറഞ്ഞിട്ട് ഒരു പെട്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പെട്ടി കൊണ്ട് റൂമിൽ വെച്ചിട്ട് അതിന് കഴിക്കാനായിട്ട് കുറച്ച് ഭക്ഷണവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുകയാണ്. എന്നാൽ മുയലിപ്പോ വന്നിട്ട് അത് മണത്ത് നോക്കല്ലാതെ അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്യാപ്പില് ഹീറോ ചാടി വീണിട്ട് ആ ഒരു മുയലിനെ പിടിക്കുകയാണ്. എന്നിട്ട് പെട്ടിയുടെ ഉള്ളിലേക്ക് അടച്ചിട്ട് ഇവരിപ്പോ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ അടുത്തുണ്ടായിരുന്ന കാട്ടിലേക്ക് ആ ഒരു മുയലിനെ തുറന്നു വിടുകയാണ്. പെട്ടി തുറന്നിട്ടെങ്കിലും മുയൽ പുറത്തേക്ക് പോകാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അത് ഇവരെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ഇപ്പൊ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് അതിനെ കാട്ടിലേക്ക് എന്നെ ഓടിച്ചു വിടുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവർ ചെറുതായിട്ട് സംസാരിക്കുകയാണ്. അന്ന് രാത്രി ഇവരുടെ മകന്റെ കാര്യമൊക്കെ മറന്നിട്ട് അവർ ഒരുമിച്ചിരിക്കുന്നുണ്ട്. കുറച്ചു നേരം സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഹീറോ ഹീറോയിന്റെ അടുത്ത് ഇതുവരെ പറയാത്ത ഒരു കാര്യം പറയാണ്. ഹീറോ ചെറുതായിരുന്ന സമയത്ത് അവന്റെ അച്ഛൻ ശരീരത്തിൽ ഒരു തരി തുണി പോലും ഇല്ലാതെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് അവനെ ആ ഒരു പറമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ഒരു തണുപ്പടിച്ചിട്ട് അവൻ കുറെ നേരം അന്നങ്ങനെ മഞ്ഞത്ത് നിന്നിട്ടുണ്ട്. കൈയിന്റെ വിരലുകളെല്ലാം ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ട്. അവൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അവന്റെ അച്ഛൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ കൊണ്ട് നിർത്തിയെന്നുള്ളത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിൻ പറയാണ്, അല്ല, നിന്റെ അച്ഛന് നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? അദ്ദേഹം ഭയങ്കര അന്ധവിശ്വാസിയായിട്ടുള്ള ഒരാളായിരുന്നു. എന്തോ ചില ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നെ അയാൾ കൊല്ലാൻ നോക്കിയിട്ടുള്ളത്. ഓ, ഈ ഒരു കാര്യമൊന്നും നീ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും അതെല്ലാം പോട്ടെ, നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം മറക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഹീറോയെ സമാധാനിപ്പിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ മകനെ പറ്റി ആലോചിച്ചിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് കരയാണ്. ഇവർ ആ ഒരു മുയലിനെ പുറത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഹീറോയിൻ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ വീടിന് പുറത്തായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ അവൻ കുഴി തോണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവാണ്. ഇപ്പോഴാണ് ആ ഒരു ഭാഗത്ത് ഇവൻ എന്തോരം കുഴിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. 100 കണക്കിന് കുഴി ആ ഒരു പറമ്പിൽ അവൻ കുത്തിവെച്ചിട്ടുണ്ട്. അടുത്തൊരു സ്ഥലത്ത് കുഴി കുഴിക്കുന്നതിനാണ് അവനിപ്പോ വന്നിട്ടുള്ളത്. ആ ഒരു മരത്തിന്റെ വേര് കണ്ടുപിടിക്കുന്നതിനാണ് അവനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ട് ആ ഒരു ഭാഗത്ത് മുഴുവനും മഞ്ഞ കളറുള്ള പൂക്കള് ഇപ്പൊ പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവസാനം ഇവൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മരത്തിന്റെ വേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ സിസ്റ്റർ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയുടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ അച്ഛന്റെ ഡയറികളെല്ലാം അവൾക്ക് കിട്ടുന്നുണ്ട്. അവളിപ്പോ അത് ഹീറോയിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെയുള്ള ആ ഒരു മരത്തിന് ചുവട്ടിലായിട്ട് ഒരു സ്ത്രീയെയും പുരുഷനെയും അതുപോലെ തന്നെ അവരുടെ കുട്ടിയെയും ബലി നൽകിയിട്ടുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ട് നാട്ടുകാർ ആ ഒരു മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ മുറിക്കുക മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, മുറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മരം ആ ഒരു മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടാണ്. ഏതോ ഒരു ആത്മാവിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബലി നൽകണം പോലും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇവൻ എന്തിനാണ് ഈ ഒരു
അന്ധവിശ്വാസങ്ങളെല്ലാം വായിച്ചു നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ സിസ്റ്റർ ഇപ്പൊ ഹീറോയിനോട് സംസാരിക്കുകയാണ്. ആ ഒരു വേര് അവൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മരം മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്തേക്കും ഹീറോയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവനിങ്ങനെ കുഴിയെടുക്കുന്നതൊക്കെ കണ്ടിട്ട് അയാൾ വന്നിട്ട് കാര്യമെല്ലാം തിരക്കാണ്. ഇത് എന്തിനാണ് ഈ ഒരു മരം വെട്ടിക്കളഞ്ഞത്? ഇത് വെറുതെ വെട്ടിക്കളഞ്ഞത് മാത്രമല്ലല്ലോ, ആ ഒരു തടി മുഴുവനും അവരിവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ഹീറോ ഇപ്പൊ പറയാണ്, എന്റെ അച്ഛൻ അദ്ദേഹം ഈ ഒരു മരത്തിനെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രകൃതിയുടെ ഗർഭപാത്രം എന്നാണ്. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ബുക്കുകളിലെല്ലാം ഈ ഒരു മരത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കഥ മുഴുവനായിട്ട് ഹീറോ ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്കൊരു തീസിസ് എഴുതാം. ഇതൊരു ജാക്ക്പോട്ടാണ്. ഈ ഒരു മരം പുറത്തേക്ക് എടുക്കാനായിട്ട് ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനും ഇപ്പൊ കൂടുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ ആ ഒരു ബുക്ക് വായിച്ചു നോക്കുന്ന സമയത്താണ് കാറ്റിന്റെ ആത്മാവ് എന്താണെന്നും അതിനെ ഭൂമിയിലേക്ക് നമുക്ക് വിളിച്ചു വരുത്താനായിട്ട് സാധിക്കുമെന്നും 3 ബലിയും അതുപോലെ തന്നെ ഈ ഒരു മരവുമാണ് അതിനാവശ്യമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ്. ഹീറോയുടെ ഫ്രണ്ട് ആ ഒരു മരത്തിന്റെ സൈഡിലുണ്ടായിരുന്ന മണ്ണെല്ലാം ഇളക്കി മാറ്റാണ്. ഇത്രയും വർഷമായിട്ട് ഇത് മണ്ണിന്റെ അടിയിൽ കിടന്നിട്ടും ഇപ്പോഴും ഇതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വളരെ അത്ഭുതത്തോടെ തന്നെ പറയാണ്. ഇപ്പോ ഇവരുടെ വീടിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊയില് ഇവരുടെ വീട്ടിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഹീറോയിന്റെ സിസ്റ്ററിന്റെ കയ്യിലേക്ക് അത് കടിച്ചിട്ടുണ്ട്. കൈ കടിച്ച് കീറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ഉറക്കെ നിലവിളിച്ചിട്ടുണ്ടായിരുന്നത്. അയ്യോ, കയ്യിൽ നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ടല്ലോ, വാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ അവളെയും കൂട്ടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇതിന്റെ ഇടയിൽ മൊയില് വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതൊരു ടേബിളിന്റെ അടിയിൽ അങ്ങനെ പോയി ഒളിച്ചിരിക്കുകയാണ്. ഹീറോയിന് ഒരു പേടിയില്ലാതെ അവളിപ്പോ ആ ഒരു മൊയിലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളെ തടയാനായിട്ട് ഹീറോ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു മൊയിലിന്റെ കണ്ണിലേക്ക് അവളിപ്പോ നോക്കുകയാണ്. ഒരുപാട് ഇഷ്ടത്തോടെ അവളിപ്പോ ആ ഒരു മൊയിലിനെ കയ്യിലെടുക്കുന്നുണ്ട്. അവളുടെ മകൻ എന്ന പോലെ അവളിപ്പോ ആ ഒരു മൊയിലിന് ഭക്ഷണം എല്ലാം കൊടുക്കുകയാണ്. എന്റെ കൈ അത് കടിച്ചു മുറിച്ചിട്ടുണ്ട്, നീ അതൊന്നും ശ്രദ്ധിക്കാതെ മൊയിലിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ സിസ്റ്റർ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഹീറോയും അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഹീറോ വീണ്ടും കുഴിയെടുക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവന്റെ ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് ആ ഒരു വേരുകള് അവരത് കൂടുതലായിട്ട് തെളിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്യാനായിട്ട് കാറുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛന്റെ ഡയറി വീണ്ടും ഹീറോയിൻ ഇപ്പൊ എടുത്ത് വായിക്കുകയാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ അതിൽ നിന്നും മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. മുയലിനെ ഇപ്പോ ഒരു കുട്ടിയെ കിടത്തുന്ന പോലെ ഒരു കൂടയിൽ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അതിന്റെ കൂടെ സംസാരിക്കുമ്പോഴും അതിന്റെ കൂടെ പെരുമാറുന്ന സമയത്തും ആ ഒരു ജാക്ക് ഗ്രേ എന്ന് പറയുന്ന ആത്മാവ് അത് അവളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു തൃപ്തി അവൾക്ക് വരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഹീറോയുടെ ഫ്രണ്ട് കയ്യിൽ ആയുധവും പിടിച്ചിട്ട് വീടിന് പുറത്ത് നിന്നിട്ട് ഈ ഒരു റൂമിലേക്ക് നോക്കിയിട്ട് അലറി വിളിക്കുകയാണ്. അവൻ എന്റെ കൂടെ അയക്ക്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടില്ലെന്നൊക്കെ ഹീറോയുടെ ഫ്രണ്ട് ഇപ്പോൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അത് കണ്ട സമയത്ത് തന്നെ ഹീറോ പേടിച്ചിട്ട് ഇപ്പോൾ മൊയലിനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണ്. മൊയലിന്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇവൾക്ക് വേറെ എന്തോന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഹീറോയുടെ അച്ഛൻ എഴുതിയിട്ടുള്ള ആ ഒരു ബുക്കില് 3 ആളുകളെ ബലി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ ഒരു ചിത്രത്തിലും ഹീറോയുടെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ആയുധമായിരുന്നു ഉണ്ടായിരുന്നത്. ഹീറോയിൻ എന്ത് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല, കയ്യിൽ കത്തിയായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഹീറോയും അവന്റെ ഫ്രണ്ടും കൂടിയിട്ട് ആ ഒരു കുഴി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ കണ്ണിൽ മാത്രമായിരുന്നു അങ്ങനെ ഒരു വിഷ്വൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫ്രണ്ട് ഇങ്ങനെ ആയുധമായിട്ട് നിൽക്കുന്നതായിട്ട്. എന്നാൽ റിയാലിറ്റിയിൽ ഹീറോയുടെ ഫ്രണ്ട് ഇവരുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഒച്ചയെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഹീറോയിന്റെ സിസ്റ്റർ ഇപ്പോൾ ടെലിഫോൺ ബൂത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ അവൾ കോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ അങ്കിളുടെ വണ്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരെയാ വിളിക്കുന്നത്? ആ ഒരു മഞ്ഞ കളറിലെ പൂ പൂത്ത സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആരോ ആ ഒരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഹീറോയുടെ അച്ഛനും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ഒരു കാര്യത്തിൽ അയാൾ തോറ്റുപോയിട്ടുണ്ട്. സ്വന്തം മകനെ പോലും ബലി കൊടുക്കാനായിട്ട് അയാൾ തയ്യാറായിട്ടുണ്ട്. എന്നാൽ അപ്പോഴും അയാൾ തോക്കാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയുടെ അച്ഛൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളെ ബലി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുക. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല, ബലി ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹീറോയുടെ മകൻ അവിടെ വെച്ച് മരിച്ചില്ലേ. ഇവർക്ക് രണ്ടുപേർക്കും മകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവനാണ് ആദ്യത്തെ ബലി. എനിക്കെന്തോ കാറ്റിന്റെ ആത്മാവ് തിരിച്ച് ഭൂമിയിലേക്ക് വരും എന്നാണ് തോന്നുന്നത്. ഇതെല്ലാം കേട്ട സമയത്ത് തന്നെ ഹീറോയിന്റെ സിസ്റ്റർ തിരിച്ചു പോവാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ വണ്ടിയായിട്ട് തിരിച്ചു പോകുന്നത്. ഹീറോയും ഇപ്പൊ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അയാളാണെന്നുണ്ടെങ്കിൽ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഹീറോയിന്റെ സിസ്റ്ററിന്റെ അടുത്ത് ഈ ഒരു കഥകളെല്ലാം വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ആ ഒരു അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കത്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഹീറോയുടെ ഫ്രണ്ടിനെ അവിടെ വെച്ചിട്ട് തന്നെ കുത്തി കൊല്ലുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ഹീറോ അലറി കരഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവന്റെ മുറിവിലേക്ക് അവൻ അമർത്തി പിടിച്ചൊക്കെ നോക്കുകയാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ തന്നെ വീടിന്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹീറോയും ഇപ്പോ ആംബുലൻസിന് കോൾ ചെയ്യാനായിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അകത്ത് വന്ന ഉടനെ തന്നെ ഹീറോ ഇപ്പോ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് അവനെ കൊന്നത്? ഇപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഒരു എല്ലിൻ കൂടിൽ നിന്നും അല്ലേ ഈ ഒരു മുയൽ ഉണ്ടായിട്ടുള്ളത്? അവള് വളരെ സംശയത്തോടെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഇവള് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഹീറോ ഇപ്പോ അതേന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ പറയാണ്, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം അത് നമുക്ക് കിട്ടാൻ പോവാണ്. ജാക്ക് ഗ്രേ വീണ്ടും ഭൂമിയിലേക്ക് വരാൻ
വരാൻ പോകുന്നുണ്ട്. അതിന്റെ അച്ഛനും അമ്മയായിട്ട് നമ്മളെയാണ് അവൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളിപ്പോ ഹീറോയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അവനും കാര്യങ്ങളെല്ലാം ശരിയാന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുകയാണ്. നിന്റെ അച്ഛന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നീ സന്തോഷിക്കണം. അന്ന് അവൻ ആസ്മയായിട്ട് വീണ് കിടക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഇമാജിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അവനെ വിട്ടുകൊടുക്കാന്ന് മനസ്സിന്റെ ഏതോ ഒരു കോണില് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ജാക്ക് അവനെ എടുത്തിട്ടുള്ളത്. അവന് പകരമായിട്ട് ജാക്രേ നമ്മുടെ മകനായിട്ട് പിറക്കാൻ പോവാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഹീറോയിൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഈ ഒരു കാര്യങ്ങളിലൊന്നും ഇതിനു മുന്നേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ വെറും അസ്ഥികളിൽ നിന്നും ജീവനുള്ള ഒരു മുയൽ ഇവന്റെ കൺമുന്നിലാണ് ഉണ്ടായത്. അതിനുശേഷം അവൻ ഇതൊന്നും വിശ്വസിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ഈ ഒരു സമയത്തേക്കും ഹീറോയിന്റെ സിസ്റ്ററും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഹീറോയിനും ചേർന്നിട്ട് ആ ഒരു മുയലിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഇപ്പോ അവളോട് പറയുന്നുണ്ട്, വാ ഞങ്ങളുടെ മകനെ നിനക്ക് കാണിച്ചു തരാം, അടുത്തേക്ക് വാന്ന് പറയാണ്. ഇവൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, വാ ആ ഒരു തോർത്തെടുത്തിട്ട് ഇവന് തോർത്തി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോ അവളെ വിളിക്കുന്നുണ്ട്. ഹീറോയിന്റെ സിസ്റ്റർ അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഹീറോ വന്നിട്ട് ആ ഒരു മുയലിനെ തോർത്തിയിട്ട് അവൻ അതിനെ എടുക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്ന സമയത്ത് അവന് എന്തോ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക തൃപ്തി കിട്ടുകയാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു മുയലിനെ അവിടെ ഉണ്ടായിരുന്ന തൊട്ടിലിൽ കൊണ്ടേ കിടത്തുകയാണ്. ഹീറോയിന്റെ സിസ്റ്ററിനെ ഹീറോയിൻ ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നീ ഒന്ന് വന്ന് നോക്ക്, അവന് നിന്നെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ അടുത്തേക്ക് വിളിക്കുകയാണ്. സിസ്റ്ററും ഇപ്പൊ മെല്ലെ ആ ഒരു മുയലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ പുറത്തെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മരത്തിനടുത്തേക്ക് അങ്കിളും ആന്റിയും വന്നിട്ടുണ്ട്. മരിച്ചുപോയിട്ടുള്ള ഹീറോയുടെ ഫ്രണ്ടിനെ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് അങ്കിള് വലിച്ചഴിച്ചുകൊണ്ടിട്ടാണ്. ഹീറോയുടെ ഫ്രണ്ടാണ് രണ്ടാമത്തെ ബലി. ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അവന്റെ സുഹൃത്തിന്റെ ബലി ഇപ്പോ മൂന്നാമത്തെ ഒരു ബലി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റിച്വൽ കംപ്ലീറ്റ് ആവുക. ഹീറോയിൻ ഇപ്പോ ആ ഒരു കസേരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഹീറോയെ നോക്കുന്നുണ്ട്. ആ ഒരു നോട്ടത്തിന് അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ബലി കൊടുക്കാനായിട്ടുണ്ട്. അവളുടെ സ്വന്തം സിസ്റ്ററാണ് ബലി കൊടുക്കാനായിട്ട് അവൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ഒരു നോട്ടത്തിന് അർത്ഥം. ഇതേ സമയത്ത് തന്നെ പുറത്തുണ്ടായിരുന്ന അങ്കിള് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഹീറോയ്ക്ക് 3 എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബലി വേണമെന്ന്. ആന്റി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മരത്തിനടുത്ത് പോയിന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ഹീറോയിന്റെ സിസ്റ്റർ ഇപ്പൊ ആ ഒരു മുയലിനെയും കൊഞ്ചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ജനലിനരികിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചുറ്റി എടുത്തിട്ട് അവളുടെ തലയിലേക്ക് തന്നെ അടിക്കുന്നുണ്ട്. ആ ഒരു സെക്കൻഡ് തന്നെ താഴേക്ക് വേണ്ടിട്ട് ഹീറോയിന്റെ സിസ്റ്റർ മരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് അവർക്കൊരു തുള്ളി പോലും വിഷമം ഉണ്ടായിരുന്നില്ല, ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഹീറോയിൻ ഇപ്പൊ നടന്നു പോയിട്ട് ആ ഒരു മുയലിനെ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് സ്വന്തം മുലപ്പാല് കൊടുക്കുകയാണ്. മുയലും ഇപ്പൊ അത് കുടിക്കുന്നുണ്ട്. അങ്ങനെ 3 ബലി കൊടുത്തതിന് ശേഷം ഇവൾക്ക് അതിന് പാല് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു മുയലും അത് കുടിക്കുകയാണ്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞ സമയത്ത് ഇതെല്ലാം കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുകയാണ്. അങ്ങനെ ജാഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആത്മാവ് വീണ്ടും ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയുടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടമായോ? എന്തായാലും സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.